രാത്രിയായപ്പോൾ മക്കളെയൊക്കെ ഒന്ന് ഉറക്കി കിടത്തിയിട്ടേ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോവാണ് കേട്ടോ. സമയം ഏതാണ്ട് 10:30 ആയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളോർക്ക് നൈറ്റ് റൈഡ് പോവാണെന്ന്. എന്നാൽ തെറ്റി. അങ്ങനെയല്ല കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് കാല് ഭയങ്കര വേദന. അപ്പം അതൊന്ന് കാണിക്കാൻ വേണ്ടി ഓർത്തോ ഡോക്ടറിനെ കാണാൻ പോവാണ്. അപ്പം നമ്മുടെ സ്വന്തം ഡോക്ടറുടെ ജെഫേഴ്സൺ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പ്രായം ഓരോന്ന് കൂടുന്നതനുസരിച്ച് നമ്മുടെ കാലിനും കൈക്കും ഒക്കെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്കും പയ്യെ പയ്യെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് കാലിനാണെങ്കിൽ ഒരാൾക്ക് കൈക്ക്. അപ്പോൾ എന്നാൽ പിന്നെ രണ്ടുപേരെയും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് ഈ പോകുന്നത്. ഈ പറച്ചിൽ കേട്ടാൽ എന്തോ 10-65 വയസ്സുള്ള കിളവി സംസാരിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, വേദന അത്രയും ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് പരീക്ഷ ആയതുകൊണ്ട് അവരെ കൂട്ടിയില്ല. അവരെ നേരത്തെ ഭക്ഷണം കഴിപ്പിച്ച് മാറ്റി കിടത്തി ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാൻ നിൽക്കും. പിന്നെ അവിടെ വന്നു കഴിഞ്ഞ് തിരിച്ചൊക്കെ പോരുമ്പോൾ ഇനി എത്ര മണിയാവുമെന്നൊരു പിടിയുമില്ല കേട്ടോ. അപ്പോൾ പോകുന്ന പോക്കിൽ നമ്മുടെ സ്ഥിരം സൂപ്പർ മാർക്കറ്റിൽ കയറി പാലൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പാലും ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി പെട്ടെന്ന് വാങ്ങിയിട്ട് വന്നു. ഇനി തിരിച്ചു വരുമ്പോൾ കട അടച്ചു പോയാൽ പണി കിട്ടുമല്ലോ. അങ്ങനെ അതെല്ലാം വാങ്ങി വണ്ടിയിലോട്ട് വെച്ചു. ഇനിയിപ്പം നമുക്ക് വേറെ പരിപാടിയില്ല, നേരെ പോകാമെന്നുള്ളതാണ് കേട്ടോ. ഡോക്ടർ മിക്കവാറും രാത്രി സമയത്താണ് ഇരിക്കുന്നത്. രാത്രി മീൻസ് ഒരു 6 o'clock ഒക്കെ പറഞ്ഞാലും എപ്പോഴും വരുമ്പം ഒരു 7 o'clock 8 o'clock ഒക്കെ ആവും. അപ്പോൾ എന്തായാലും വിളിച്ച് ചോദിച്ചതിന് ശേഷം 10-10:30 ആകുമ്പം ചെല്ലാൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ടൈമിൽ പോകുന്നത്. അപ്പോൾ ഡോക്ടറിൻ്റെ വീടിനോട് അടുത്ത് തന്നെ ഒരു ക്ലിനിക്കുണ്ട്. അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവിടെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. ഞങ്ങളുമായിട്ട് വളരെ അടുപ്പമുള്ളൊരു ഡോക്ടറാണ് കേട്ടോ. നമ്മുടെ ഉമ്മച്ചിയുടെ മുട്ട് മാറ്റി വെച്ച നാൾ മുതലേ ഞാനും ഞങ്ങളുടെ ഫാമിലിയുമായിട്ട് ഭയങ്കര അടുപ്പമുള്ള ഡോക്ടറാണ്. അതുകൊണ്ട് നമ്മൾ സ്ഥിരം എന്ത് വന്നാലും അങ്ങോട്ടേക്കാണ് പോകുന്നത്. ചെന്നപ്പം ഭാഗ്യത്തിന് ആരുമില്ല, ഒരാൾ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരും ഏതോ ദൂരത്തു നിന്നൊക്കെ വന്നതാണ് ഡോക്ടറിനെ കാണാൻ വേണ്ടി. അപ്പോൾ ചെന്നപ്പോൾ നമ്മുടെ അയാനുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അത് അക്വേറിയം കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലൊരാഗ്രഹം തോന്നി, ഇതുപോലെയാണ് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്താലോ എന്ന്. പക്ഷേ അറിഞ്ഞു കേട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് വേറെ എന്തൊക്കെയോ സംഭവങ്ങളാണ് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പയ്യെ അവിടെ മാറ്റി വെച്ചേച്ചു. പിന്നെ ആ കയറിയവരിറങ്ങാൻ ഏകദേശം 1 മണിക്കൂർ എടുത്തു കേട്ടോ. അപ്പം നമ്മളൊരു 11:30 ആയപ്പോഴാണ് ഡോക്ടറിനെ കാണാൻ കയറിയത്. കയറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിശദമായിട്ട് എൻ്റെ കാലിന് എന്നാ പ്രശ്നമെന്നൊക്കെ നന്നായിട്ട് പറഞ്ഞ് വീഡിയോയും ഫോട്ടോയും ഒക്കെ കാണിച്ചതെന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പം ഞാൻ വിചാരിച്ച പോലെയല്ല, ചെറുതല്ല, ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കതിനുള്ള പ്രതിവിധികളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരെയും കാണിച്ചു മരുന്നുമൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ രണ്ടുപേരും നല്ല സുഖം ഉറക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.